SSLCയിൽ ഓൺലൈൻ പെയ്ഡ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചാലേ A+ കിട്ടുള്ളൂ. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഈ A+ കിട്ടാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാര്യങ്ങൾ ഒരു ബാച്ചിലും ജോയിൻ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു ബാച്ചിലും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിൽ മേ ബി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതിൽ ഫസ്റ്റ് കാര്യമാണ് സിലബസ് കംപ്ലീഷൻ. അതായത് ഓൾമോസ്റ്റ് ഡിസംബർ അവസാനം എങ്കിലും നമ്മൾ 10ാം ക്ലാസ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാലേ ജാനുവരി ഫെബ്രുവരിയിലേക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തിട്ട് ഈ A+ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം SLC ലക്ഷ്യ ബാച്ചിൽ ഓൾറെഡി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിസംബർ അവസാനത്തോടു കൂടെ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ തീർക്കുന്നതായിരിക്കും. നിങ്ങൾ സ്കൂളിലാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും അതങ്ങനെ തീരുന്നുവെങ്കിൽ പെർഫെക്റ്റ്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വേണ്ടത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. വെറുതെ ബൈ ഹാർട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ നോട്ട് എഴുതി പഠിപ്പിക്കുക, അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് പറഞ്ഞു തരുന്ന ക്ലാസ്സസ് എവിടെയാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വരുന്നത് റിസോഴ്സസ് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ, പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള ലെറ്റേഴ്സ് സെക്ഷനിലുള്ള ചോദ്യങ്ങൾ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഒരൊറ്റ വർഷം ഉള്ളൂവെങ്കിലും ആ ഒരു വർഷം തന്നെ 4 പ്രീവിയസ് ഇയർ പേപ്പറുകളുണ്ട്. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം. ഈ 4 പേപ്പേഴ്സിൻ്റെ സൊല്യൂഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. ആൻഡ് ലാസ്റ്റ് കാര്യം SCRT തന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ. ഇത്രയും കാര്യങ്ങൾ റിസോഴ്സസിൽ വന്നിരിക്കണം. ഇത് എവിടെ നിന്ന് കിട്ടിയാലും ഓക്കെയാണ്. ലക്ഷ്യ ബാച്ചിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണെങ്കിലും ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. അത് A+ൻ്റെ ഒരു മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവസാനത്തെ കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ്. ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നോട്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗൈഡ് അല്ലെ ഏതെങ്കിലും ഒരു ബുക്ക്, നല്ല ബുക്ക്, ഇതും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ഓൺലൈൻ ബാച്ചിൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഫോർ യു. കാരണം ഒരൊറ്റ ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ബാച്ചിൽ കിട്ടും. ഇപ്പോൾ എക്സാമിൻ്റെ SLC ബാച്ചിലാണെങ്കിൽ, ലക്ഷ്യ ബാച്ചിലാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷേ ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തതിനും ചെയ്തില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ചോദ്യം ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്താലേ A+ കിട്ടുള്ളൂ എന്നല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലേ A+ കിട്ടുള്ളൂ. യെസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലേ A+ കിട്ടുള്ളൂ. അത് എവിടുന്ന് നിങ്ങൾ ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു.